ഹലോ ഡിയേഴ്സ്, ഷാനവാസ് ഇൻസ്പയർസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബോംബെ വിശേഷങ്ങളുടെ മൂന്നാം ഭാഗത്തിലെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്ന ഈ വീഡിയോയിൽ. ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതിൽ ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ബോംബെ എന്ന മഹാനഗരത്തിൽ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ ഒരു സ്ഥലങ്ങളാണ് കേട്ടോ അത്. ഓക്കെ, ഇതിൽ മുഹമ്മദ് റോഡ് അടുത്തുള്ള ഒരു സ്ഥലമാണ്. മിനാര മസ്ജിദ് റോഡ്, കംബേക്ക സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന റോഡാണത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണിതൊക്കെ. ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ചെറുകിട കച്ചവടക്കാർ മുതൽ എല്ലാവരും. ഓക്കെ, ഈ ഏരിയയിലൊക്കെ, ഈ ഏരിയ മൊത്തം വേണ്ടി ബസാർ, അതുപോലെ മുഹമ്മദ് റോഡ്, ഇങ്ങനെ ഈ ഭാഗം ഡോങ്കിരി, ഈ പറഞ്ഞ ഏരിയകളൊക്കെ കൂടുതൽ മുസ്ലിംസ് തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്, ഏറ്റവും മുസ്ലിംസാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ. കച്ചവടക്കാർ, ഒരുപാട് കച്ചവടക്കാർ, പലതരം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ലോഡ്ജ്, ചെറിയ ചെറിയ ലോഡ്ജുകളും, ഒരുപാട് സ്വീറ്റ്സിൻ്റെ മെയിൻ കേന്ദ്രമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇത് വേണ്ടി ബസാർ നമ്മളെ മുഹമ്മദ് റോഡിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഏരിയ. ഒരുപാട് ആളുകൾ ഇങ്ങനെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാസ്റ്റ് ലൈഫായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഇതാണ് മുഹമ്മദ് റോഡ്, മെയിൻ റോഡാണ് കേട്ടോ. ബസ്സുകൾ പോകുന്നൊക്കെ വലിയ ഒരു ഹൈവേ ആണ്. ഒരുപാട് ജനത്തിരക്കുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. പൊതുവേ നമ്മളൊക്കെ നാട്ടിൽ എല്ലാവരും അവരവരൊക്കെ നോക്കിയിട്ടും അതിന് നമുക്ക് സമയമുണ്ട്, മറ്റുള്ളവരെ കുറ്റങ്ങൾ നോക്കാനൊക്കെ സമയങ്ങളുണ്ട്, പറയാനൊക്കെ സമയമുണ്ട്. ഇവിടെ ആരും പറയാനോ ആരും നോക്കാനോ അസൂയപ്പെടാനോ സമയമില്ലാത്തൊരു നഗരമാണ്. ഓക്കെ, അതിന് പറ്റിയൊരു കാരണം മറ്റുള്ളവരെ കുറിച്ചൊന്നും നോക്കാനൊന്നും സമയമില്ല. ആർക്കും ആരെയും നോക്കാൻ സമയമില്ല. ഇട്ട ഡ്രസ്സ് നോക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. അവരുടെ ലൈഫ് നിത്യജീവിതമായിട്ട് ഇങ്ങനെ വളരെ ഫാസ്റ്റ് ലൈഫായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണത്. അപ്പോൾ അതിൽ പെട്ടൊരു നഗരമാണ് ബോംബെ, അതുപോലെ കൽക്കത്ത. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഡോങ്കിരി എന്ന സ്ഥലത്താണ് കേട്ടോ. ഡോങ്കിരി പറഞ്ഞില്ലേ, ഡോങ്കിരി എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഡോങ്കിരി എന്ന സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒരുപാട് പണ്ടത്തെ അധോലോക നായകന്മാർ കളിച്ച് ഒരുപാട് വെറുപ്പിച്ച, ബോംബെ കിടുകിട വെറുപ്പിച്ചൊരു സ്ഥലമാണ് കേട്ടോ ഡോങ്കിരി. ഈ ഡോങ്കിരി എന്ന സ്ഥലത്തൊക്കെ മുമ്പ് ഞാൻ താമസിച്ചിരുന്നു. ബോംബെയിൽ പണ്ട് ഞാൻ താമസിച്ചിരുന്നതാണ്. അടിപൊളി, ഒരുപാട് ആളുകളും അതുപോലെ ട്രാവൽസുകൾ. മുംബൈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണ്ട് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ ആളുകൾ വന്ന് തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. ചെറിയ ചെറിയ ലോഡ്ജുകളൊക്കെ ഉണ്ടായിരുന്നു, ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ആളുകൾ നേരെ, അന്നൊന്നും നമ്മുടെ നാട്ടിൽ എയർപോർട്ടുകൾ വളരെ കുറവായിരുന്നു. കൊച്ചിൻ എയർപോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഇവിടെ വന്നിട്ടാണ് നാട്ടിലേക്ക് പോവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്ന് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വന്നിട്ടാണ് ഗൾഫിലേക്ക് പോകുക. ഇത് വേണ്ടി ബസാർ എന്ന് യൂസ് ചെയ്യണം കേട്ടോ. വേണ്ടി ബസാർ ഗൾഫിലേക്കൊക്കെ വിസ ശരിയാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ടാണ് ആളുകൾ പോവുക. ഒരുപാട് ആളുകൾ ഇവിടെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മളെ മലയാളികളൊക്കെ. മലയാളി ഏജൻറ്റുമാരനെ മലയാളികളെ പറ്റിച്ചിരുന്ന സ്ഥലമാണത്. തരികിട ഒരുപാട് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. പണ്ട് പൈസ വാങ്ങിയിട്ടും ഇങ്ങനെ വിസയ്ക്ക് ആളെ പറ്റിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ മുമ്പേ. ഇവിടെ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോഴത്തെ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഇപ്പം അങ്ങനത്തെ ഇതൊന്നും ഇല്ല. കാരണം എയർപോർട്ടൊക്കെ നാട്ടിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇവിടെ വന്നിട്ട് ആരും പോകുന്നില്ല. ഇത് ബോംബെ എന്നൊരു പേര് സ്വപ്നം ആളുകളൊക്കെ ഇവിടെ കയറി വന്ന് ഇവിടുന്ന് പോകുന്നൊരു സ്ഥലങ്ങളായിരുന്നു അതൊക്കെ. അവിടെ മുഹമ്മദ് റോഡ് ഒരുപാട് ജനത്തിരക്കുള്ള സ്ഥലമാണ്. കച്ചവടങ്ങളും ഒരുപാട് സാധനങ്ങൾ, നമ്മൾ റെഡിമെയ്ഡ് ആയാലും മറ്റുള്ള എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ ചീപ്പിൽ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് അവർ പറഞ്ഞിട്ട് അവർക്ക് നമുക്ക് ചെറിയ വിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇവിടേക്ക്. ഒരുപാട് സാധനങ്ങൾ, വ്യത്യസ്തമായ സാധനങ്ങൾ, ഫാൻസി ആയാലും ശരി, അങ്ങനെയുള്ള മറ്റുള്ള ഐറ്റംസൊക്കെ അതിന് പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ,
ഇത് നമ്മളെ വേണ്ടി ബസാറിൽ നിന്ന് ഗ്രാൻഡ് റോഡിലേക്ക് പോകുന്നൊരു ഏരിയയാണ്. വേണ്ടി ബസാർ ജംഗ്ഷനാണ് കേട്ടത്. വേണ്ടി ബസാർ ജംഗ്ഷനാണ്. പണ്ടൊക്കെ ഒരുപാട് മലയാളികൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മലയാളികളും കാണുന്നില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും ഇവിടെ ആളുകൾ വന്നിട്ടും ഗൾഫിലേക്ക് പോകാം വന്നിട്ടൊക്കെ ഒരുപാട് ആളുകൾ നിൽക്കുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ. ടെങ്കർ സ്ട്രീറ്റ്, ടെങ്കർമുല്ല എന്നൊക്കെ പറയും. ഇതപ്പുറത്ത് JJ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. ഗസ്റ്റ് ഹൗസ്, ചെറിയ ചെറിയ ഗസ്റ്റ് ഹൗസുകളിലൊക്കെ വന്ന് താമസിക്കുമായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ.